ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് അഥവാ കൂട്ടുകാരുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ് കേട്ടോ. നമുക്ക് വേഗം നമ്മുടെ എക്സാമിലോട്ട് പോയാലോ മക്കളെ? എല്ലാ കൂട്ടുകാരും റെഡി ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ അതാ ഇതുപോലെയുള്ള ഒരു പോർഷൻ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മാത്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിലും, മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മാത്സുമായി ബന്ധപ്പെടുത്തിയിട്ട് മലയാളത്തിലുമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അത് കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇത്തരത്തിലാണ് ആ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കുക. നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് കൂട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് കൃത്യമായിട്ട് തെറ്റാതെ ഇംഗ്ലീഷിൽ എഴുതണം. മലയാളം മീഡിയം കൂട്ടുകാരാണെങ്കിൽ അവിടെ മലയാളത്തിലെ കുട്ടിയുടെ പേര് എന്നുണ്ടായിരിക്കും, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര് മലയാളത്തിലും എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നെയിം ഓഫ് സ്കൂൾ എന്നുള്ളിടത്ത് മക്കൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക. ഡിവിഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് എഴുതുക കേട്ടോ. അപ്പൊ അത്രയും സെക്ഷൻ ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? മിസ് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ അത് ശ്രദ്ധിക്കുക, മലയാളം മീഡിയം കൂട്ടുകാർ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 1 മാച്ച് ദി ഫോളോയിങ്. പ്രവർത്തനം 1 ചേർത്ത് വരയ്ക്കാം എന്നതാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, മാച്ച് ദി മാച്ചിങ് വൺസ്. അതായത് മക്കളെ, യോജിച്ച രീതിയിൽ എന്ത് ചെയ്യാനാണ്? ചേർത്ത് വരയ്ക്കാൻ. നമുക്ക് ഈ സൈഡിൽ അവയുടെ പേരുകൾ തന്നിട്ടുണ്ട്, തൊട്ടടുത്തായിട്ട് അവയുടെ പിക്ചേഴ്സും തന്നിട്ടുണ്ട്. ഓരോന്നും വായിക്കുക, ഏത് ഷേപ്പാന്നുള്ളത് മനസ്സിലാക്കുക, ആ ഷേപ്പിലോട്ട് വരച്ച് ചേർക്കാം. ഫസ്റ്റ് വൺ എന്താ മക്കളെ നമ്മളോട് പറഞ്ഞത്? ക്യൂബോയിഡ് ആണ്, ചതുരക്കട്ടയാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ. ഇതിൽ ഏതാണ് ചതുരക്കട്ട? യെസ്, ഈ തേർഡ് വൺ ആണ് ചതുരക്കട്ട. നമുക്ക് അവിടോട്ട് വരച്ച് ചേർക്കാം. ഇനി അടുത്തത് എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? സ്ഫിയർ ആണ് പറഞ്ഞിട്ടുള്ളത്, ഗോളമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാ മക്കളെ ഇതിൽ സ്ഫിയർ ഷേപ്പ് ഉള്ളത്? യെസ്, നമ്മുടെ ഫുട്ബോൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടോട്ട് വരച്ച് ചേർക്കാം. ദെൻ അടുത്തത് ഏതാണ് മക്കളെ? കോൺ ആണ്, അതായത് വൃത്തസ്തൂപികയാണ് മക്കളെ. ഏതാണ് വൃത്തസ്തൂപിക? ബേസ് ഇതുപോലെ സർക്കിൾ ഷേപ്പ് ഉള്ളതാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. കണ്ടോ മക്കളെ? ഇവിടെ കണ്ടോ ഒരു സർക്കിൾ ഷേപ്പ് ഉള്ളത്? ഇതാണ് എന്താ? വൃത്തസ്തൂപിക അഥവാ കോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദെൻ ക്യൂബ് ആണ് മക്കളെ, സമചതുരക്കട്ടയാണ്. ഏതാണ് മക്കളെ? ഇതാണ് സമചതുരക്കട്ട. അപ്പം ചതുരക്കട്ട, ഗോളം, വൃത്തസ്തൂപിക, സമചതുരക്കട്ട, ക്യൂബോയിഡ്, സ്ഫിയർ, കോണ്, ക്യൂബ് ഇവയൊക്കെ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവയുടെ ഓരോന്നിന്റെ എക്സാമ്പിൾ, ഇപ്പൊ സ്ഫിയർ ഷേപ്പിൽ കാണുന്ന ഒന്ന് നമ്മൾ ഇതിൽ പറഞ്ഞു അല്ലെ, ഫുട്ബോൾ ഉണ്ട് പറഞ്ഞു. അതിന്റെ കൂടുതൽ എക്സാമ്പിളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക? മക്കള് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. കംപ്ലീറ്റ് ദി ടേബിൾ, അതായത് പട്ടിക പൂർത്തിയാക്കൂ എന്നതാണ്. നോക്കിയ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്. സം പ്രോപ്പർട്ടീസ് ഓഫ് എ റെക്ടാംഗിൾ ആൻഡ് സ്ക്വയർ ആർ ഗിവൺ. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ റൈറ്റിംഗ് മാച്ചിങ് ഡീറ്റെയിൽസ് എന്നാ മക്കളെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചുവടെ ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും ചില പ്രത്യേകതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും യോജിച്ചവ എഴുതി പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ആണ് മക്കളെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്തിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? റെക്ടാംഗിൾ ആൻഡ് സ്ക്വയർ, അതായത് ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും പ്രത്യേകതകള് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അതിലേക്ക് വിട്ടുപോയിട്ടുള്ള സ്ഥലങ്ങള് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം റെക്ടാംഗിൾ, സ്ക്വയർ അല്ലെ. ഇവയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. റെക്ടാംഗിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 4 സൈഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, 4 കോർണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിലും അതുപോലെ 4 സൈഡ്സ് ഉണ്ട്, 4 കോർണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മലയാളത്തിലോട്ട് വരുമ്പോൾ ചതുരത്തിന് 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. സമചതുരം ആയിക്കോട്ടെ, അതിനും എന്തുണ്ട് മക്കളെ? 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. ഇനി അതിലോട്ട് മറ്റൊരു പ്രോപ്പർട്ടി കൂടി, മറ്റൊരു പ്രത്യേകത കൂടി കൂട്ടുകാരുടെ സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മക്കൾക്ക് അറിയില്ല മക്കളെ എന്താ റെക്ടാംഗിൾ, എങ്ങനെയാണ് ഷേപ്പ്? ഇതാണ് റെക്ടാംഗിൾ ഷേപ്പ്, ഇതാണ് സ്ക്വയർ ഷേപ്പ് അല്ലെ മക്കളെ. മിസ് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? 4 സൈഡ്സ് ഉണ്ട് അല്ലെ, 4 വശങ്ങളുണ്ട്. ഓക്കെയാണ്, രണ്ടിനും 4 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ 4 കോർണേഴ്സ് ഉണ്ട്, 4 മൂലകളുണ്ട്. പിന്നെ എന്താണ് മക്കളെ അതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? എന്താണ് മക്കളെ പറഞ്ഞേ? എന്താണ്? സ്ക്വയർ ആവുന്ന സമയത്ത് അതിന്റെ 4 സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ ലെങ്ത് ആണ്. റെക്ടാംഗിളിലോട്ട് വരുമ്പോൾ എന്താണ് മക്കളെ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ആണ് ഈക്വൽ. ഓക്കെ, നോക്കിക്കേ മക്കളെ.
നമുക്ക് റെക്ടാംഗിളോട്ട് വരുമ്പോൾ എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതായത് എതിർവശങ്ങൾ എന്താണ് മക്കളെ? ഈക്വൽ ആണ്. ഈ വശത്തിന്റെ ലെങ്ത് എത്രയാണോ അതായിരിക്കും ഈ വശത്തിന്റെ ലെങ്ത്. ഈ വശത്തിന്റെ ലെങ്ത് എത്രയായിരിക്കും? അതാണ് ഈ വശത്തിന്റെ ലെങ്ത്. ദെൻ സ്ക്വയറിലോട്ട് വരുമ്പോൾ എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും ഈക്വൽ ലെങ്തിലായിരിക്കും അല്ലെ? ഈ വശം 3 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 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 ഒക്കെ എന്താണ്? 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചതുരത്തിലോട്ട് വരുമ്പം എതിർവശങ്ങൾ തുല്യമാണ്. ചതുരത്തിലോട്ട് വരുന്ന സമയത്ത് എല്ലാ വശങ്ങളും തുല്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ചതുരത്തിന്റെയും അതുപോലെ തന്നെ റെക്ടാംഗിളിന്റെയും സമചതുരത്തിന്റെയും അതുപോലെ തന്നെ ചതുരത്തിന്റെയും പ്രത്യേകതകൾ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റിലോട്ട് നമുക്ക് പോയാലോ? വിച്ച് ഫിഗർ ക്യാൻ മേക്ക് എ ക്യൂബ് മേക്ക് തിക്? അതായത് മക്കളെ ചുവടെ നമുക്ക് കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? ABCD. അതില് ചുവടെ തന്നതില് സമചതുര കട്ട നിർമ്മിക്കാൻ കഴിയുന്ന ചിത്രം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ സമചതുര കട്ട എന്ന് പറയുന്ന സമയത്ത് മക്കളുടെ മനസ്സിലേക്ക് ഒരു ഡൈസോ അല്ലെങ്കിൽ നമ്മുടെ റുബിക്സ് ക്യൂബ് ഇല്ല മക്കളെ, അതാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് ഏത് ചിത്രം യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു സമചതുര കട്ട നിർമ്മിക്കാനായിട്ട് പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തേ. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് ഉപയോഗിച്ചിട്ടാണ്? നോക്കിയോ മക്കളെ, ആൻസർ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? എങ്കിൽ ഇവിടെ നോക്കിക്കോ മക്കളെ, നമുക്ക് ഈ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ടല്ലേ മക്കളെ നമുക്ക് ഇത്തരത്തില് ഒരു സമചതുര കട്ട നിർമ്മിക്കാനായിട്ട് കഴിയുള്ളൂ അല്ലെ? നമ്മളിങ്ങനെ പേപ്പറൊക്കെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? നോക്കിക്കോ. അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ല മക്കളെ? സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് ആക്ടിവിറ്റി 2 പോവാം മക്കളെ. പ്രവർത്തനം 2, കംപ്ലീറ്റ് ദി ടേബിൾ. പട്ടിക പൂർത്തിയാക്കൂ. മിസ് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഫിഗേഴ്സിൽ തരും, അതിനെ വേർഡ്സിലോട്ട് മാറ്റാൻ പറയും, വേർഡ്സിൽ തരും, അതിന് ഫിഗറിലോട്ട് മാറ്റാൻ പറയും. ഓക്കെ, അക്കത്തിൽ തന്നിട്ട് അക്ഷരത്തിലേക്കും, അക്ഷരത്തിൽ തന്ന് അക്കത്തിലേക്ക് തരും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നോക്കി വെച്ചോ. 4 ഡിജിറ്റ് നമ്പേഴ്സ്, 4 അക്ക സംഖ്യകളാണ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഫിഗറിൽ തന്നിട്ടുള്ളത് എത്രയാണ് മക്കളെ? 4485. വേർഡ്സിലോട്ട് മാറ്റിയിട്ടില്ല. 4485 അല്ലെ? 4485. 4485. ഓക്കെ അല്ല മക്കളെ? അതുപോലെ ഇനി വിട്ട സ്ഥലം മക്കളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേർഡ്സിൽ തന്നിട്ടില്ല മക്കളെ, എത്രയാണ്? 8705 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? 8705 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ട് ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. അടുത്ത നമ്പർ നോക്കിക്കേ മക്കളെ, ഏതാണ്? 9999 ആണ് അല്ലെ? എന്താണ് മക്കളെ? 9999 ആണ്. അതായത് മക്കളെ 9999. 9999. വെരി വെരി ഇമ്പോർട്ടന്റ് നമ്പർ. ഓക്കെ, കാര്യം നമുക്ക് പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിലോട്ട് വന്നാൽ കുറച്ച് കൺഫ്യൂസിങ് ആവുന്ന ഒരു നമ്പറാണ് ഈ ഒരു 9ന്റെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്പർ എന്തായാലും നമ്മുടെ എക്സാമിന് വരും എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഏതാണ്? 9999.
9,999. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതുപോലെ ഫിഗേഴ്സിൽ നമ്പർ തന്നിട്ട് അതിനെ വേർഡ്സിലോട്ട് മാറ്റാനും വേർഡ്സിൽ തന്നിട്ട് അതിന് ഇതേപോലെ നമ്പർ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കും. ഓക്കെ, അക്ഷരത്തിൽ തന്നിട്ട് അക്കത്തിലോട്ടും അക്കത്തിൽ തന്നിട്ട് അക്ഷരത്തിലോട്ടും മാറ്റാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതും ഈ ഒരു 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട്. ക്ലിയർ അല്ല മക്കളെ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ചോദ്യം ഇതാണ് മക്കളെ, വാട്ട് ഈസ് ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് 2094? അതായത് മക്കളെ 2094 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. ഇതുപോലെ നമ്പർ കാർഡ്സ് തന്നിട്ട് അതിലുള്ള ലാർജസ്റ്റ് നമ്പർ എഴുതാൻ പറയുകയാണെങ്കിൽ ഒന്നും മക്കൾ നോക്കേണ്ട, അതിലുള്ള ഏറ്റവും വലിയ നമ്പറിന് ആദ്യം എഴുതാം. ഏറ്റവും വലിയ നമ്പർ ഏതാ മക്കളെ? 9 ആണ്. നമ്മൾ 9 ആദ്യം എഴുതി. ദെൻ ഇനിയുള്ളതിൽ വലുത് ഏതാണ്? 4 ആണ്. അതിന് നമ്മൾ എഴുതി. ഇനിയുള്ളതിൽ വലുത് ഏതാണ്? 2 ആണ്. അതിന് നമ്മൾ എഴുതി. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? 0 ആണ്. അപ്പൊ 9420 എന്നതാണ് മക്കളെ ഈ നമ്പർ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി അതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻസർ മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. What is the smallest 4-digit number that can made using all above cards? അതായത് മക്കളെ മുകളിലുള്ള കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. നമ്മളോട് നേരത്തെ ഏതാ ചോദിച്ചിട്ടുള്ളത്? ഏറ്റവും വലിയ നാലക്ക ഡിജിറ്റ് ആണ് ചോദിച്ചത്. ഇപ്പൊ ഏതാ ചോദിച്ചിട്ടുള്ളത്? ഏറ്റവും ചെറിയ നാലക്ക നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ചോദിക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക? നമ്പർ കാർഡിലുള്ള വലിയ നമ്പേഴ്സിന് അങ്ങനെ എഴുതി വരാം. അപ്പം ഏറ്റവും ചെറുത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കാർഡ്സിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറുതിന് അങ്ങ് എഴുതിക്കോളാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ. ഇവിടെ നമുക്ക് നമ്പർ കാർഡിൽ ഒരു നമ്പർ ഏതാണ് മക്കളെ? 0 ആണ്. നമുക്കറിയാലോ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവില്ലല്ലോ മക്കളെ. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 ഡിജിറ്റ് നമ്പർ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞ രീതിക്ക് എഴുതുകയാണെങ്കിൽ ആദ്യം 0 വരും, 2 വരും, 4 വരും, 9 വരും അല്ലെ. അപ്പൊ ഇതെന്താണ് 0 എന്നുള്ളത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യില്ല. അപ്പൊ 249 എന്നുള്ളത് ഒരു 3 അക്ക നമ്പർ ആയിട്ട് മാറില്ലേ. നമുക്ക് 4 അക്ക നമ്പർ അല്ലേ വേണ്ടത്. അതുകൊണ്ട് 0 ഇവിടെ ഫസ്റ്റ് നമ്മൾ എഴുതില്ല. 0 നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. അതിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെക്കുക. ഇനി ഉള്ളതിൽ ചെറിയ നമ്പർ ഏതാണ്? 2 ആണ്. 2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ 0 എഴുതുക. പിന്നെ ഉള്ള ചെറുതാരാണ്? 4 ആണ്. പിന്നെ ഉള്ളത് ആരാണ്? 9 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2049 എന്ന് കിട്ടി. 2049 എന്ന് കിട്ടി. ക്ലിയർ ആയ മക്കളെ? ഇനിയിപ്പോ നമുക്ക് ഇവിടെ 0യുടെ പ്ലേസിൽ 1 ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 0യുടെ പ്ലേസിൽ ഇപ്പൊ 1 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതിൽ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ നമ്പർ ആദ്യം എഴുതുക, അടുത്ത ചെറിയ നമ്പർ, ദെൻ 4, ദെൻ 9. ഏത് വരും? ഇതാണ് കിട്ടുക. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് 0യെ ഫസ്റ്റ് എഴുതാത്തത്? 0യെ ഫസ്റ്റ് എഴുതുമ്പോൾ അതൊരു 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. മാർക്ക് ടിക്ക് എഗെയിൻസ്റ്റ് 9080. അതായത് മക്കളെ 9080 നേരെ ശരി അടയാളം ഇടാനാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ 9080 ഏതാണ് മക്കളെ? ഏതാണ്? ഈ ലാസ്റ്റ് വൺ ആണ്. ഓപ്ഷൻ ഡി ആണ് 9080 എന്ന് പറയുന്നത്. ഓക്കെ, മിസ് നേരത്തെ പറഞ്ഞുള്ളൂ ഈ 9ന്റെ കണക്കുകൾ വരുന്ന സമയത്താണ് കൃത്യമായിട്ട് മക്കൾക്ക് അവിടെ ഒരു റോങ് ആൻസർ ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കാൻ മക്കളെ. ആക്ടിവിറ്റി 3 നമ്പർ സ്ട്രക്ചർ എന്നതാണ് മക്കളെ. സംഖ്യാശലഭം എന്നതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. കംപ്ലീറ്റ് ദി പാറ്റേൺ. ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇവിടെ നോക്കിക്കാൻ മക്കളെ 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. വലിയ വലിയ പാറ്റേൺസ് ആണ് നമ്മൾ എക്സാമിന് ചോദിക്കുക. പാറ്റേൺ ഒരു ഷുവർ ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് അത് നമ്പേഴ്സ് വായിക്കാം. നോക്കിക്കേ. 17,450, 70,550, 70,650, 17,450, 17,550, 17,680. ഇനി അടുത്തത് ഏത് വരും മക്കളെ? 17,750 എന്ന് വരും. പിന്നെയോ 17,850 എന്ന് വരും. സിമ്പിൾ അല്ലേ? ആൻസർ മിസ് കാണിക്കാം കേട്ടോ. അടുത്ത കൂടി നോക്കിയ മക്കളെ ഇതാണ് 4,200 അല്ലെ, 4,200. Then 4,700, 4,700, 5,200, 5,200. ഓക്കെ, ഇവിടെ നമുക്ക് 500 വീതം എന്താണ് പ്ലസ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാറ്റേൺ നോക്കിക്കേ. 17,450, 17,550, 17,650, 17,750, 17,850. സെക്കൻഡ് വൺ നോക്കിക്കേ മക്കളെ. 4,200, 4,700, 5,200, 5,700, 6,200.
സിമ്പിൾ അല്ലേ മക്കളെ? പക്ഷെ വലിയ നമ്പർ ആണ്. കൃത്യമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മക്കൾക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദി ബട്ടർഫ്ലൈ സ്ട്രക്ചർ. അതായത് മക്കളെ സംഖ്യാശലഭത്തിലെ വിട്ടുപോയിട്ടുള്ള സംഖ്യകൾ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. 4 അക്ക നമ്പർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ മക്കളെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. 4 അക്ക നമ്പർ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട്. ഓക്കെ, നോക്കിക്കേ മക്കളെ, ഇത് രണ്ടെണ്ണം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ല. അതായത് ഒന്നുകളുടെ രീതി നമുക്ക് എഴുതി കൂടെ. ഈ ഒരു നമ്പർ കിട്ടുന്ന എത്ര ഒന്നുകൾ വേണം? 9875 വൺസ് വേണം അല്ലെ? അത്രയും ഒന്നുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പർ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സെറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ മക്കളെ. ഏതൊരു നമ്പർ നമുക്ക് തന്നാലും അത്രയും വൺസ് ചേർന്നാലേ ആ നമ്പർ, അത്രയും ഒന്നുകൾ ചേർന്നാലേ ആ നമ്പർ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതൊരു സെറ്റ് ക്ലിയർ ആണ്. അപ്പൊ അതിൽ നമുക്കൊരു മാർക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്കറിയാം മക്കളെ, ഡയറക്റ്റ് ആയിട്ട് എത്ര 1000 ആണ്? 9000 അല്ലെ? 9800, 7 tens, 5 ones അല്ലെ? 9000, 800, 7 10, 5 ഒന്നുകൾ ചേർന്നാലും ആ നമ്പർ ആണ്. അപ്പൊ ആ രണ്ട് സെറ്റ് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഓർത്തിരുന്ന മക്കളെ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താൽ മക്കളെ? നോക്കിക്കേ, ആദ്യം ഒരു സെറ്റ് ഇതാണ് വരുന്നത് അല്ലെ? 9000. പിന്നെയോ 9000ഉം 875 വൺസും ആണ് അല്ലെ? 9000ഉം 875 ഒന്നുകളും ചേർന്നാൽ ഈ നമ്പർ ആകുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം മക്കളെ. 9000s എന്ന് പറയുമ്പോൾ മക്കൾ ഒരു കാര്യം ഓർക്കുക, 9 എഴുതുക. തൗസൻഡ്സ് എന്ന് പറയുമ്പോൾ 1000ന് എത്ര സീറോസ് ഉണ്ട് മക്കളെ? 3 സീറോസ് ആണ്. 3 സീറോ ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത എത്രയാ പറഞ്ഞത്? 875 വൺസ് ആണ് അല്ലെ? 875 ഒന്നുകളാണ്. 875 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 875 എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? ഈ നമ്പർ കിട്ടില്ലേ? 9875 കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത സെറ്റ് നോക്കിക്കോ മക്കളെ, എത്രയാണ്? 9800 ആണ് അല്ലെ? 100ന് എത്ര സീറോ ഉണ്ട് മക്കളെ? 2 സീറോ ആണ്. അതുകൊണ്ട് 98 എഴുതുക, 2 സീറോ കൊടുക്കുക. പ്ലസ് എത്ര ടെൻസ് ആണ്? 7 ടെൻസ് ആണ്. 7 10 ആണ്. അപ്പം 7 എഴുതുക, എന്ത് കൊടുക്കുക? 7 എഴുതുക, എന്ത് കൊടുക്കുക? 7ന് ഒരു സീറോ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് എത്ര? 5 വൺസ് ആണ്. 5 ഒന്നുകളാണ്. അപ്പൊ 5 എഴുതുക. എല്ലാം കൂടി ആഡ് ചെയ്തേ മക്കളെ. നമുക്ക് സെന്ററിൽ നമ്പർ കിട്ടില്ലേ? ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ദെൻ അടുത്തൊരു സെറ്റ് നോക്കിക്കേ മക്കളെ. അടുത്തൊരു സെറ്റ് നോക്കിക്കേ. 9000 ആണ്. നമുക്കറിയാം 9000 എന്ന് പറയുമ്പോൾ 9 എഴുതാ, 1000ന്റെ 3 സീറോസ് ആഡ് ചെയ്യുക. 9 എഴുതാ, 1000ന്റെ 3 സീറോസ് ആഡ് ചെയ്തു. പ്ലസ് 800s ആണ്. 8 എഴുതാ, 3 സീറോസ് എഴുതാ. ദെൻ 75 വൺസ് ആണ്. 75 ഒന്നുകളാണ്. എല്ലാം കൂടി ആഡ് ചെയ്ത മക്കളെ 5 7 8 9. നമുക്ക് നമ്പർ കിട്ടിയോ? നമ്മുടെ സെന്ററിൽ നമ്പർ കിട്ടിയോ? ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. ഏതാണ് അടുത്തത്? ഏതാണ് വരുന്നത്? ഈ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞതല്ലേ? ഇതും നമ്മൾ പറഞ്ഞു, ഇതും പറഞ്ഞു. ഇത് കൂട്ടുകാർക്ക് സ്വയം എഴുതാൻ അറിയുന്നതാണ്. ഇനി ഇത് നോക്കിക്കേ. 987 ടെൻസ് ആണല്ലേ? 10കളാണ്. അപ്പൊ 10 ആവുമ്പോ 10ന്റെ ഒരു സീറോ ഇട്ട് കൊടുത്തു. പ്ലസ് 5 ഒന്നുകൾ അല്ലെ? എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9875 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ആൻസർ ഒക്കെ ഇങ്ങനെയാണ് മക്കള് കണ്ടെത്തേണ്ടത്. ഇനി മിസ് അത് എളുപ്പത്തിൽ മക്കൾ ചെയ്യാനായിട്ട് ഒരു ട്രിക്ക് കൂടി പറഞ്ഞു തരും. ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഇതിൽ മിസ് പറഞ്ഞാൽ രണ്ട് സെറ്റ്, ഈ രണ്ട് സെറ്റ് ഇതും അതുപോലെ തന്നെ ഇതും എഴുതാൻ മക്കൾക്ക് ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അവിടെ മക്കൾ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കാം. അപ്പൊ നോക്കിക്കേ മക്കളെ, 5 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്. ഓക്കെ, 5 ഒന്നുകൾ ചേർത്ത സംഖ്യ എത്രയാ മക്കളെ? എത്രയാണ്? 5 ഒന്നുകൾ ചേർന്നാൽ എത്രയാണ്? 5 രൂപ തന്നെയാണ് ആവുക അല്ലെ? അല്ലെ മക്കളെ? 5 എന്ന് പറയുന്ന നമ്പർ ആണ് കിട്ടുക. ഇനി നോക്കിക്കേ, മിസ് ചോദിക്കട്ടെ, 5 10കൾ ചേർന്നാൽ എത്രയാ മക്കളെ? എത്രയാണ്? 50 ആണല്ലേ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5 എഴുതുക. 10 എന്ന് പറയുമ്പോൾ എത്ര സീറോയാണുള്ളത്? 10 എന്ന് പറയുമ്പോൾ എത്ര സീറോയാണുള്ളത്? എനിക്ക് മക്കളെ ഒരു സീറോയേ ഉള്ളൂ. അപ്പൊ 5ന്റെ കൂടെ ഒരു 10ന്റെ ഒരു സീറോ ഇട്ടാൽ എത്രയാ മക്കളെ? 50. അപ്പൊ 5 10കൾ ചേർന്നാൽ 50. ഇനി 5 100കളല്ലേ ചേരേണ്ടത്? അപ്പൊ 5 എഴുതുക. 100ന് എത്ര സീറോ ഉണ്ട്? 2 സീറോയാണ്. അപ്പൊ 2 സീറോ ഇട്ട് കൊടുക്കുക. അപ്പൊ 5 10കൾ ചേർന്നാൽ എത്രയാ മക്കളെ? 5 100കൾ ചേർന്നാൽ എത്രയാണ്? 500 ആണ്. 500 ആണ്. ഇനി നമുക്ക് 5 1000 ചേർന്നാൽ എത്രയാ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ 5 എഴുതുക. 1000ന് എത്ര സീറോ ഉണ്ട് മക്കളെ? 3 സീറോയാണ്. 3 സീറോ ചേർത്ത് കൊടുക്കുക. അപ്പൊ 5000 ചേർന്നാൽ എത്രയാണ്? 5000 ആണ്. 5000 ആണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മക്കളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കേ, ഇനി മിസ് ചോദിച്ചോട്ടെ. ഇപ്പം 98 എന്ന് പറയുന്ന നമ്പർ ഉണ്ട് അല്ലെ? 98 10കൾ ചേർന്നാൽ എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 98ന്റെ കൂടെ 10ന്റെ എത്ര സീറോ? ഒരു സീറോ ചേർത്ത് കൊടുക്കുക. ഇനി 98 100 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ? 100ന് നമുക്കറിയാം 2 പൂജ്യമാണ്. അപ്പൊ 98 100കൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9800 ആണ്. ഇനി 98 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്പർ? 98 എഴുതുക. 1000ന്റെ 3 സീറോ ഇട്ട് കൊടുക്കുക.
ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് മക്കളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടല്ലേ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. നോക്കിക്കേ, സെലക്ട് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് ആൻഡ് ദി സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അതായത് മക്കളെ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9999. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാണ്? 1 എഴുതുക, എത്ര 0 ഇട്ട് കൊടുക്കുക? 4 zeros ഇട്ട് കൊടുക്കുക. അതായത് 10,000, 10,000 എന്ന് കിട്ടും. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്? 1 ലെസ് ദാൻ ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അതായത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറവ് ആണോ മക്കളെ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇതാണ്, അതിനേക്കാൾ 1 കുറഞ്ഞ നമ്പർ ആണോ ഇത്? അതുകൊണ്ട് ഫസ്റ്റ് ഇതല്ല. സെക്കൻഡ് വൺ നോക്കി, 1 മോർ ദാൻ ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അതായത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ, അതായത് ഈ സംഖ്യയേക്കാൾ +1, 1 കൂടുതലാണ്. ആണോ മക്കളെ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യയിലേക്ക് 1 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആണോ 10,000? യെസ് അല്ലേ മക്കളെ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. 1000 മോർ ദാൻ ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അതായത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ 1000 കൂടുതൽ. 1000 ലെസ് ദാൻ ദി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ 1000 കുറവ്. അപ്പൊ ഏതാണ് കറക്റ്റ് മക്കളെ? രണ്ടാമത്തതാണ് അല്ലെ? ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് പക്ഷെ എന്താണ് ഒന്ന് ചുറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മക്കൾക്ക് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ അല്ല മക്കളെ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു സെക്ഷനിൽ നമ്മൾ പാർട്ട് 2 വീഡിയോയുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാം നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്പിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂഷൻ ഓരോ പ്രവർത്തനവും വായിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് മക്കളെ ഒറ്റയ്ക്കൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.